ഈ കേരളത്തിലാകെ നവമാധ്യമങ്ങളിൽ ഇപ്പോ വല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഏതെങ്കിലും പെൺകുട്ടികൾ അല്ലെങ്കിൽ ആരെങ്കിലും കേരളത്തിലെ UDF-നെ വിമർശിച്ചാൽ തെറി വരിക, തോന്നിയത് വിളിച്ചു പറയുക, എന്തും പറയുക. അവസാനം ആ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിൽപ്പെട്ടവർ അവരുടെ മോള് വിഴിഞ്ഞത്തെ ഗവൺമെന്റിന്റെ നടപടിയിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പത്രക്കാരോട് സംസാരിച്ചു. നിങ്ങൾ ആരെങ്കിലും, ഈ പറവൂരുകാരെങ്കിലും അതിന്റെ അടിയിലുള്ള ആ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അച്ഛനെ നഷ്ടപ്പെട്ടിട്ട് ഒരു മറുപടിയുമില്ല ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിസ്റ്റത്തെ കുറിച്ച്, ഗവൺമെന്റിനെ കുറിച്ച് സംസാരിച്ച ആ പെൺകുട്ടിക്കെതിരെ എത്ര മോശമായ രീതിയിലാണ് കമന്റുകൾ. ആരാ ഈ കമന്റുകൾക്ക് പിന്നിൽ? ഇപ്പോ ഞങ്ങൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, ഈ കേരളം ഉറച്ചു വിശ്വസിക്കുന്നു, ഈ VD സതീശന്റെ സോഷ്യൽ മീഡിയ ഗുണ്ടകളാണ്, ഈ MDMA ഗുണ്ടകളാണ് ഈ കേരളത്തിൽ ഈ തെറികളെല്ലാം ഉത്പാദിപ്പിച്ചു വിടുന്നത്. ഈ തെറികളുടെ ഉപജ്ഞാതാക്കൾ ഈ MDMA ഗുണ്ടകളാണ്. സതീശനോട്, ഈ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് വളരെ വിനയത്തോട് കൂടി പറയാനുള്ളത്, ഒരു തലമുറയെ നിങ്ങൾ നശിപ്പിക്കരുത്, ഇങ്ങനെ പ്രോത്സാഹനം കൊടുക്കരുത്. ഇവിടെ ഇപ്പൊ നിഖിൽ പറഞ്ഞല്ലോ, 7, 8, 9 ജില്ലകളിലൊക്കെ വിതരണം ചെയ്യുന്നവരായി ഇവര്. കൈ കാണിച്ചാൽ അവർക്ക് മുമ്പിൽ പോലീസുകൾ, പിന്നെ ആ പോലീസുകാരെ കൈ അങ്ങ് പിറകോട്ട് വലിക്കുക. ഇപ്പൊ ഞങ്ങളെ ആക്രമിക്കാൻ വന്നല്ലോ, ഞങ്ങൾക്ക് നേരെ ജലപീരങ്കി നേരെ തന്നെ വെക്കണം. ഇപ്പൊ രഞ്ജിത്ത് പറയാം, നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരിക, നിങ്ങൾ വെച്ചോ. നിങ്ങൾ ജലപീരങ്കിയല്ല, കൂത്തുപറമ്പിൽ ഞങ്ങളുടെ DYFIക്കാർക്ക് മുമ്പിൽ വെടിവെച്ചിട്ട് പുറകോട്ട് പോകാത്തവരുടെ പ്രസ്ഥാനമാണ് DYFI. നിങ്ങൾ ഈ ജലപീരങ്കിയും 10 പോലീസിനെയും വെച്ചിട്ട് ഈ VD സതീശൻ എന്ന് പറയുന്ന ഈ നുണേശനെ എല്ലാ കാലവും സംരക്ഷിക്കാമെന്ന് നിങ്ങൾ തെറ്റായി ധരിക്കരുത്. ഞങ്ങൾ അകത്ത് കയറണമെന്ന് തീരുമാനിച്ച് ഒരു വരവ് വന്നാൽ ഈ പോലീസ് തികയാതെ വരും എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഞങ്ങളിപ്പോ വന്നത് നിങ്ങളുടെ UDF-ന്റെ, മുസ്ലിം ലീഗിന്റെ, ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ ഈ കേരളത്തിന്റെ അവസ്ഥ ചൂണ്ടിക്കാണിക്കാനാ. ഈ നാട് ചർച്ച ചെയ്യണം. ഈ MDMA സംഘത്തിന് ഇദ്ദേഹമായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധത്തെ നുണ പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്യാണ്? ന്യായീകരിക്കുകയാണ്. അങ്ങനെ വന്നാൽ ഇനിയും ഈ ലഹരി മാഫിയ സംഘങ്ങൾക്ക് അതൊരു പ്രോത്സാഹനമാകില്ലേ? ഈ യൂത്ത് കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിക്കുന്നവരുടെ ചെയ്തികൾ നമുക്ക് നന്നായിട്ട് അറിയാലോ. അവരുടെ നേതാക്കന്മാരുടെയും അവരുടെ പ്രവർത്തകരുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് നന്നായിട്ട് ബോധ്യമുള്ളതല്ലേ. അവർക്ക് ഇങ്ങനെ ഒരു നുണയുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ, കേരളത്തിന്റെ തലവന്റെ, മുഖ്യമന്ത്രിയുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ എവിടേക്കാണ് നമ്മുടെ നാട് പോവുക? അതുണ്ടാവാൻ പാടില്ല, അതുണ്ടാവാൻ പാടില്ല. നമുക്ക് ഈ ലഹരി മാഫിയ സംഘങ്ങളെ ഇവിടെ അവസാനിപ്പിക്കാൻ സാധിക്കണം. ഈ മുഖ്യമന്ത്രി ഇങ്ങനെ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഈ MDMA സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന് ഈ നാട്ടിലെ സകല മനുഷ്യരും വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ ഈ അന്വേഷണത്തിൽ ഒരു മനുഷ്യനും വിശ്വസിക്കാൻ സാധിക്കില്ല, നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഇപ്പോ കിട്ടിയ വിവരം, കോഴിക്കോട് നടന്ന ഒരു ഇഫ്താർ വിരുന്നിൽ ഇവരുണ്ട് പോലും. ഇവിടെയുള്ള എന്നെ കേൾക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ മണ്ഡലം കോൺഗ്രസിന്റെയോ ഒക്കെ നേതാക്കന്മാരുണ്ടാവുമല്ലോ, പാവം ഇദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിച്ചടന്നേ. ഇവരെ ഒന്നും അങ്ങോട്ട് ക്ഷണിച്ചില്ലേ? എന്തിനേറെ പറയുന്നു, നിങ്ങൾ എറണാകുളംകാരൻ, ആ KSUക്കാരനുണ്ടല്ലോ നേതാവ്, പാവം അലോഷി, എത്ര ദിവസം ഒന്ന് കണ്ടോട്ടെ, ഒന്ന് കണ്ടോട്ടെ. അവന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ചിന്ത എന്തായിരിക്കും? നല്ല സതീശൻ അല്ലേ, അതല്ലേ പറയാ. ഈ സതീശൻ അവിടെ ഇഫ്താർ വിരുന്നിന് കൂട്ടിക്കൊണ്ടുപോയതാ ഇവരെ, MDMA-ക്കാരെ. എന്താണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? ഈ പാവം KSUവിന്റെ അലോഷ്യസിന് കാണാൻ പറ്റുന്നില്ല, എന്നാൽ MDMA സംഘക്കാർ ഇദ്ദേഹത്തിന്റെ കസേരയിലായിരിക്കുന്നു. ഇപ്പൊ പുതിയൊരു ഫോട്ടോ, എന്തോ കേക്ക് മുറിക്കുന്ന ഫോട്ടോയിൽ അടുത്ത് ഇയാൾ തന്നെയാണ്. എങ്ങനെയുണ്ട്? 1 2 ഫോട്ടോ ഇപ്പൊ അങ്ങനെയാണ്. ഒരു 1 2 ഫോട്ടോ ഒക്കെ ചിലപ്പോൾ ആളുകളുടെ കൂടെയൊക്കെ വരും. ഇതങ്ങനെയല്ല, നിരന്തരമായ ബന്ധമുണ്ട്, നിരന്തരമായ ബന്ധമുണ്ട്. മുറിയാൻ പറ്റാത്ത അടുപ്പമുണ്ട്. ആ അടുപ്പമുള്ള ആള് തൽക്കാലത്തേക്ക് മാറി നിൽക്കണം. മാന്യതയുണ്ടെങ്കിൽ അധികാര സ്ഥാനത്തു നിന്ന് മാറി നിൽക്കണം. സാധാരണ കേസല്ല. ഒരു നാടിനെ, ഒരു തലമുറയെ നശിപ്പിക്കുന്ന
ഈ ലഹരി മാഫിയ സംഘങ്ങളുമായിട്ടാണ് അങ്ങേക്ക് ബന്ധമുണ്ട് എന്ന് ഈ നാട് സംശയിക്കുന്നത്. ആ സാഹചര്യത്തിൽ അങ്ങ് മാറി നിൽക്കണം. പിന്നെ വന്നോ? അല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ അന്വേഷണം യഥാർത്ഥ രീതിയിൽ പോവുക? ഇപ്പോൾ ഇതാ കാസർഗോഡ് നിന്ന് കിട്ടിയ വിവരം, ഇതിന്റെ സാക്ഷികളെല്ലാം അല്ലേ, സാക്ഷികളെല്ലാം യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇങ്ങനെയുണ്ട് കള്ളനും പോലീസും സാക്ഷികളും വരായ പിന്നെ എങ്ങനെയാ നമുക്ക് ഇവരെ വിശ്വസിക്കാൻ പറ്റുക? ഇതെന്തൊരു നാടാണോ? എങ്ങനെയാ തൂഫാനെ എങ്ങനെ പൊക്കി പിടിച്ചിടുന്ന പാവം ചെന്നിത്തല മുഖ്യമന്ത്രിയാ നോക്കി നടന്നില്ല. അവസാനം തൂഫാനെങ്കിൽ തൂഫാൻ ഇറങ്ങി നടക്കേനി പാവം. എന്നിട്ട് എന്തായി? നോഡൽ ഓഫീസറായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെച്ച്, പേര് പുട്ട വിമലാദിത്യ IG. അയാള് ഏതോ ഒരാളെ പുറകിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങോട്ട് വാറണി. അപ്പൊ ഇയാളെ അടിച്ച് വേറെന്തിനോ വിളിച്ചായിരിക്കും, നാളെ മുതൽ പോണ്ടാറുണ്ട്. ഇങ്ങനെയുണ്ടോ പോലീസ്? ചെന്നിത്തല വിളിച്ച യോഗത്തിന് പങ്കെടുത്തവരാ ഞങ്ങൾ DYFI. ഞങ്ങളെല്ലാ പിന്തുണയും കൊടുത്തതാ. ഇങ്ങനെയാ പോക്കെങ്കിൽ പ്രയാസാട്ടോ. ഇത് നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മാർഗം ശരിയാക്കി കൊടുക്കാൻ, ഈ കച്ചവടം എളുപ്പമാക്കി കൊടുക്കാനാണ് നിങ്ങൾ തൂഫാനെ ഉപയോഗിക്കുന്നത് എന്ന് ഈ നാട് സംശയിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ നിങ്ങളെ വിശ്വസിക്കാൻ സാധിക്കില്ല. ഈ VD സതീശൻ ഈ തലപ്പത്തിരിക്കുമ്പോ എങ്ങനെയാണ് ഈ MDMA കേസുകളിൽ നമുക്ക് ഇടപെടാൻ സാധിക്കുക? ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇവിടെയുണ്ടല്ലോ ഞങ്ങളുടെ സഖാക്കൾ DYFIക്കാർ. ഒരു 1.5 മാസം മുമ്പല്ലേ അവരെ ക്രൂരമായി ലഹരി മാഫിയ സംഘങ്ങൾ ആക്രമിച്ചത്. ലഹരി മാഫിയ സംഘങ്ങളുടെ അക്രമം ഏറ്റുവാങ്ങി മരണപ്പെട്ടവരുടെ പ്രസ്ഥാനമാണ് DYFI. ഞങ്ങൾ നിരന്തരമായ പോരാട്ടത്തിലാണ്. ഇത് ഞങ്ങൾ മാത്രമല്ല, ഈ നാട്ടിലെ യുവജനങ്ങൾ ഈ ലഹരി ഇല്ലാതാക്കാൻ വേണ്ടി നിരന്തരമായി ഇടപെടുന്നവരാ. എന്ത് വിശ്വാസതയിലാണോ, എന്ത് ഉറപ്പിലാണോ ഈ പ്രവർത്തനത്തിൽ ഇറങ്ങി പുറപ്പെടുക? പോട്ടെ, ഈ പോലീസിന് എന്ത് ധൈര്യം ഉണ്ടാവുക? എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് നാടിന്റെ വിശ്വാസതക്ക്, നാടിന്റെ നന്മക്ക് അങ്ങ് മാറി നിന്ന് ഒരു മാന്യത കാണിക്കണം. സംശയത്തിന്റെ നേലിലാണ്. മറ്റ് രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. ഇത് ഗുരുതരമാണ്, ഒരു നാടിനെ ബാധിക്കുന്ന ഗൗരവമുള്ള വിഷയമാണ്. മാന്യത കാണിച്ച് മാറി നിന്ന് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കണം. പിന്നെ തിരിച്ചു വന്നു, അതൊന്നും ഞങ്ങൾക്ക് അതിൽ അഭിപ്രായമില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും, പോയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും. ഞങ്ങൾ അതിനൊന്നും അഭിപ്രായം പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, നാടാകെ സംശയിക്കുന്ന സാഹചര്യത്തിൽ അങ്ങേ സ്ഥാനത്തിരുന്ന് ഈ കേസ് ഒരിടത്തും എത്തില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു പ്രതിഷേധവുമായി DYFI വന്നത്.